ഇയാൾ എനിക്കറിയാവുന്ന ഒരാളാണ്, ഒരു വ്യവസായിയാണ്. ഇതിനു മുമ്പും ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് തന്നപ്പോൾ അത് ക്രെഡിബിളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി കിടക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇൻഫർമേഷൻ തന്നപ്പോൾ ഞാനത് വിശദമായി അയാളോട് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. പക്ഷെ എൻ്റെ കയ്യിൽ തെളിവില്ല. ഞാൻ അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ കോടാനുകോടി വരുന്ന ജനങ്ങളെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ശബരിമലയിലെ ഈ കൊള്ള. അപ്പം അതുമായി ബന്ധപ്പെട്ട്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ എനിക്ക് തോന്നി അത് SIT അറിയിക്കേണ്ടത് ആവശ്യമാണ്. അറിയിച്ച് അവരന്വേഷണം നടത്തട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യം അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. അദ്ദേഹത്തിനത് സ്വയം പറയാനൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ പേടിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ SITയെ പറയണം, അത് SITയെ സഹായിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഞാൻ ഇത് പറയാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ SITയോട് ഈ കാര്യങ്ങളെല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. എനിക്കൊരു വിവരം കിട്ടിയപ്പോൾ അത് ഞാൻ അറിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതി. തന്നെയുമല്ല, ഇത്രയും പ്രമാദമായ ഒരു കേസാകുമ്പോൾ നമ്മൾ ആ കിട്ടിയ വിവരം സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അദ്ദേഹത്തെ വിളിച്ച് അവർ ചോദ്യം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം പറയാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടത്തുന്ന ആളാണ്. കേരളത്തിൽ അങ്ങനെ വ്യവസായങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്തിനാണത് മറച്ചു വെക്കുന്നത്? എനിക്ക് കിട്ടിയ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം SITയുടെ മുമ്പിൽ പറയാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ.